പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് നാളുകളായി സ്വപ്നം കാണുന്നില്ല, ഇന്ന് കാണണമെന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹ് കാണിച്ചു തന്നത് നരകമാണ്. അല്ലാഹുവേ, അന്ന് സ്വപ്നം കണ്ടത് നരകമാണ്. മുത്തുനബിയോട് പോയി ചോദിക്കാൻ പേടിയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പോയിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പേടിയാണ്. കാരണം നരകമല്ലേ കണ്ടത്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരിയോട് പറയുന്നു, മുത്തുനബിയോട് പോയെന്ന് ചോദിക്കാൻ. തന്റെ പെങ്ങളോട് പറയുകയാണ്, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ ഒന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുമോ? അങ്ങനെ പടച്ചവനെ, ഇബ്നു ഉമർ തങ്ങളെ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? നിഅമർ റജുലു അബ്ദില്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. അവിടെ മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, അബ്ദുള്ള നല്ലവനാണ്, ഇബ്നു ഉമർ നല്ലവനാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. പക്ഷേ 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ, പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, ഇബ്നു ഉമർ തങ്ങൾ പറയുകയാ, മരിക്കുന്ന കാലം വരെ പിന്നെ മുടക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ കവാടം അടയ്ക്കാനുള്ള കാരണം എന്താ? ആ പാതിരാത്രിയിലെ 2 റക്അത്ത് പകല് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എല്ലാവരും കാണുമല്ലോ. പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നിന്റെ ഭാര്യ അറിയില്ല, നിന്റെ മക്കളറിയില്ല, നിന്റെ കുടുംബക്കാരറിയില്ല, നാട്ടുകാരറിയില്ല, അല്ലാഹു വല്ലാതെ വേറെ ഒരാളും അറിയില്ല. കാരണം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റുമല്ലോ. പക്ഷേ രാത്രി നമസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കഴിയില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പെങ്ങളെ നിനക്ക് കഴിയില്ല, വാപ്പാ നിനക്ക് കഴിയില്ല, ചെറുപ്പക്കാരാ നിനക്ക് കഴിയില്ല. പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ രാത്രി നമസ്കരിക്കണമെങ്കിൽ അല്ലാഹു സ്നേഹിച്ചവർക്ക് മാത്രമേ നമസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രാത്രി നമസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്ക് വേണോ? നീ വിചാരിച്ചാ പോരടി ആമിന, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ വിചാരിച്ചാ രാത്രി നിസ്കരിക്കാൻ പറ്റൂല. കാരണം അല്ലാഹ് സ്നേഹിച്ചവർക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് രാത്രി മുതൽ തുടങ്ങാൻ പറ്റുമോ? ഒരു 2 റക്അത്ത് പാതിരാത്രി 2 മണിക്ക്, 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാ കഴിയുമോ ചെറുപ്പക്കാരാ? പ്രതിഫലം അറിയുവോടാ? ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം നിനക്കറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, മഹാനായ പ്രവാചകൻ പറയുകയാണ്, അതാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിലേക്ക് അടുക്കാ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞു പോയി 12 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിലും ഒന്ന് അലാറം വെച്ച് എഴുന്നേക്കാൻ പറ്റുമോ? എന്നിട്ട് ഒതുവെടുത്തിട്ട് ഭാര്യ കാണാതെ, മക്കള് കാണാതെ നിസ്കാര റൂമിന്റെ അകത്ത് പോയി ലൈറ്റ് അണച്ചിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൈ നീട്ടിയിട്ട് അല്ലാഹ്
കടമാണല്ലാ, രോഗമാണല്ലാ, കച്ചവടം നഷ്ടത്തിലാണല്ലാ, ഒരുപാട് പ്രയാസമാ അല്ലാ, സമാധാനമില്ല അല്ലാ, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും വേദന മാറുന്നില്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്നൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുടെ മുന്നിലിരുന്നിട്ട് കണ്ണിന്റെ മുന്നിൽ അല്ലാഹ് വന്നിരിക്കുകയാ. മുത്തുനബി പറഞ്ഞല്ലോ, രാത്രിയായാൽ അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്ന് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുകയാ. ആരാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ഞാൻ തരാ. ആ സമയത്ത് ഒരു രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ അല്ലാഹുവോടൊന്ന് പറയടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നിനക്ക് പറയാനുള്ള പരാതി നാട്ടുകാരോട് പറയുമല്ലോ, അയൽവാസികളോട് പറയുമല്ലോ, കുടുംബക്കാരോട് പറയുമല്ലോ. എന്ത് പ്രയോജനമാ മോളെ? ആ പറയുന്നത് അല്ലാഹുടെ മുന്നിലൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുവേ, രാത്രി നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഖുർബത്തുൻ ഇലല്ലാഹ്. അവൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 2 വതുകഫിറു ലിസ്സയ്യിആത്ത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്ത് നടന്നവരല്ലേ. ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ടേ, ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ടേ. അതിനുള്ള വഴി എന്താ? പാപം പൊറുക്കണോ? പാപം പൊറുക്കണോ? ഇന്ന് വരെ നീ എത്ര വലിയ കുലപാതകം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ അല്ലാഹ് പുറത്തു തരണോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പെങ്ങളെ, നീ ആരോടും പറയണ്ട. നീ ചെയ്തു പോയ പാപങ്ങളെ നീ ആരോടും പറയണ്ട. അല്ലാഹുവോട് പറയാൻ പറ്റുമോ? അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? ഈ റജബിന്റെ രാത്രി പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റിരുന്നിട്ട്, രാത്രി 4 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട്, അല്ലാഹുവേ, എന്റെ കയ്യിൽ ഇങ്ങനെ പിഴവ് പറ്റിപ്പോയി റബ്ബേ എന്ന് പറയാ കഴിയുമോ? നിന്റെ ഇന്നു വരെയുള്ള പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3ാമത്തെ പ്രതിഫലമെന്താ? പലരും പറയുന്ന പരാതി എന്ത്? ഉസ്താദേ, കള്ളുകുടി നിർത്തണമെന്നുണ്ട്, വ്യഭിചാരം നിർത്തണമെന്നുണ്ട്, പരസ്യമായി പലിശ തിന്നുന്നത് നിർത്തണമെന്നുണ്ട്, നിസ്കരിക്കണമെന്നുണ്ട്. പെങ്ങളെ, ഉസ്താദേ, എത്ര സീരിയൽ കാണില്ലെന്ന് തീരുമാനിച്ചാൽ കണ്ടുപോകുന്ന ഉസ്താദേ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തെറ്റിലേക്ക് വീണു പോകുന്ന ഉസ്താദ്, നന്നാകണോ ഉമ്മ? പാപം ചെയ്യാതെ രക്ഷപ്പെടണോ? ഇനിയെങ്കിലും നിനക്ക് നേരെ ജീവിക്കണോ? റസൂലുള്ളാഹി പറയുകയാ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ, അല്ലാഹു നിന്നെ സംരക്ഷിക്കുകയാ. പാപം ചെയ്യാൻ അല്ലാഹു വിടൂല, നിന്നെ തെറ്റ് ചെയ്യാൻ അല്ലാഹു വിടൂല. അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 പ്രതിഫലമാണ്, 5 പ്രതിഫലമാണ് ദുആ ചെയ്യാൻ പോകുകയാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ നിസ്കരിക്കുമായിരുന്നു വാപ്പാ. ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നവർ, വേദന സഹിക്കാൻ കഴിയാതെ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നവർ. ശംസെന്ന് പറയുന്ന കൂട്ടുകാര്, ഉസ്താദേ, ദിവസത്തിന് 1 മണിക്കൂറാവും ഉറങ്ങുന്നത്, കാലിന് വല്ലാത്ത വേദനയാ, ശിവ കൊടുക്കണേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ, പടച്ചവനെ, രോഗങ്ങളും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗത്തിന്റെ ഉടമകളുണ്ടല്ലോ. രാത്രി കുടുംബക്കാര് മുഴുവനും കിടന്നുറങ്ങും
ഉറങ്ങുമ്പോ കട്ടിലിൽ കിടന്ന് കരയുന്ന ഉമ്മ, നിനക്കറിയുവോ രാത്രി നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുവോ? പടച്ചവര്, ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. ഇന്നലെ വഴക്ക് പറയാൻ കണ്ണൂർ പടച്ചവനെ ചെറുവാഞ്ചേരിയുടെ പരിസരത്തൊരു വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉസ്താദേ, വാപ്പയുടെ നാവിലെ ക്യാൻസറാ, വായിക്കകത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, മലദ്വാരത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, പടച്ചവനെ മാരകമായ രോഗങ്ങളുള്ളവരുണ്ടല്ലോ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വമതറത്തുൽ ദാഇ അനിൽ ജസദി, രാത്രി നമസ്കരിക്കുന്ന മനുഷ്യ, മാരകമായ രോഗം, വലിയ വലിയ രോഗങ്ങൾ അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു മാരക രോഗം കൊടുക്കൂല, ക്യാൻസർ കൊടുക്കൂല, ട്യൂമർ കൊടുക്കൂല, കിഡ്നി തകർക്കൂല, ശരീരം തളർത്തൂല, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കില്ല. മാരകമായ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവര്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, മരുന്ന് കൊടുക്കാനും സഹായിക്കുന്ന പ്രവർത്തകരാ, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ക്യാൻസറിന്റെ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനം നശിച്ചുകൊണ്ടിരിക്കുകയാണോ അറിയില്ലല്ലോ. പെങ്ങളെ, ഏതെങ്കിലും മാരക രോഗം നിനക്കുണ്ടോ എന്നറിയില്ലല്ലോ. അത് തട്ടിമാറ്റാനും മരുന്നിന് കഴിയില്ലല്ലോ. അസ്സദഖത്തു റദ്ദുൽ ബലായാ, സദഖയ്ക്ക് കഴിയുമല്ലോ. സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു സദഖ എടുക്കുമോരെ, ഒരു സദഖ എടുക്ക് വാപ്പാ. മടി കാണിക്കല്ലേ പെങ്ങള്, പാവങ്ങൾക്ക് വേണ്ടിയല്ലോ, രോഗികൾക്ക് വേണ്ടിയല്ലോ. മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ എടുത്തിട്ട് ബക്കറ്റിന്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവോട് പറയണം, അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ തരല്ലേ അല്ലാ. എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ടാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ട്, ഒരു സൂറത്ത് പാരായണം ചെയ്തത് കൊണ്ട് അല്ലാഹുവേ, മയ്യത്ത് നമസ്കരിക്കാൻ ജനസാഗരം ഉണ്ടായെന്ന് ചരിത്രം പറയുമ്പോ ഇന്നിവിടെ കൂടിയവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പള്ളിയും പുറം പള്ളിയും നിറഞ്ഞ് നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് വരും. പെങ്ങള് വരും. 40 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ദുആയിക്ക് ഉത്തരം കിട്ടുമെന്നാണ്. നിന്റെ മയ്യത്ത് ഇവിടെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പടച്ചവനെ, 100 കണക്കിന് പേര് പള്ളിക്കകത്ത് വന്ന് നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, നീ ഖബർ വിശാലമാക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, ഈ മനുഷ്യന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. 100
നൂറുകണക്ക് പേരുടെ ദുആ വേണോ? നൂറുകണക്കിന് പേരുടെ ദുആ വേണോ? റസൂലുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഈ സദസ്സിലിരിക്കുന്ന പിഞ്ചു മക്കൾക്ക് വരെ അറിയുന്ന സൂറത്താ. നിങ്ങൾക്ക് കഴിയുമോ? ഇതിനെ സ്നേഹിച്ചാൽ നിങ്ങളുടെ മരണം നന്നാവുകയാ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടുകയാ. അതുകൊണ്ട് 33 വർഷക്കാലം പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ നടന്ന ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുന്ന ഉസ്താദേ, ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? ആരെ സ്നേഹിച്ചാൽ അവര് ഖബർ വരെ വരൂ. അതുകൊണ്ട് ഞാൻ ഖബറിന് ശേഷം എന്റെ കൂടെ വരുന്ന ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബാ, ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്, ആരിയിരിക്കരുത്. അല്ലാഹുടെ എഴുന്നേക്ക് ചങ്ങായിമാരെ. നമ്മളൊക്കെ അല്ലാഹുടെ അടിമയും അല്ലാഹ് നമ്മുടെ യജമാനനുമാണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും, സാറേ 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 കാര്യം നടക്കും. അല്ലാഹുടെ മുന്നിൽ നിൽക്ക്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. അർഹമ റഹീമായ കരുണക്കടലായ ദയാലുവായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല റഹ്മാനേ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലാ. ഞങ്ങളുടെ പാപം പൊറുക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ അല്ലാ. ഇവിടെ ഞങ്ങളെ പിരിയുമ്പോ ഞങ്ങളുടെ പാവങ്ങൾ പുറത്തവരെ പോലെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പോകുന്ന വഴിയിൽ മരിച്ച സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റബ്ബേ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബർ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാനെ. അവരുടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ പലരും മരുന്ന് കഴിക്കുന്നവരാ അല്ലാ, രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്നവരാ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. ക്യാൻസർ തരല്ലേ തമ്പുരാനെ. ട്യൂമർ നൽകല്ലേ തമ്പുരാനെ. കിഡ്നി തകർക്കല്ലേ തമ്പുരാനെ. ശരീരം തളർത്തല്ലേ തമ്പുരാനെ. കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹത്തുകളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലുലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ ഉപ്പമാര് ആഫിയത്തും ദീർഘായുസ്സും നല്ല മരണവും കൊടുക്കണേ തമ്പുരാനെ. ഈ സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നല്ല ഇണകളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ വിദ്യ
വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം കൊടുക്കണേ തമ്പുരാനെ. ഈ ഉമ്മ പെങ്ങന്മാരെ കൈവിടല്ലേ അല്ലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടിയ സമയമാണ് റബ്ബേ. ജീവിതത്തിലെ പ്രയാസങ്ങളുമായി വന്നവരാണ് റഹ്മാനെ. ഒരുപാട് വേദന സഹിച്ചവരാ. ഇനിയും വേദനിപ്പിക്കല്ലേ റബ്ബേ, അറുത്തു മുറിക്കല്ലേ റബ്ബേ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ റബ്ബേ. മാസങ്ങളായി ഓടി നടക്കുകയാണ് റഹ്മാനെ, നീ ഹൈറിലാക്കണേ തമ്പുരാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ സ്റ്റാഫുകൾക്കും നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ക്യാമറയുടെ പ്രവർത്തകൻ, പടച്ചവനെ അവന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഹൗദുൽ കൗസർ കൊടുക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ, പാവപ്പെട്ടവർക്ക് റമളാൻ മാസത്തിൽ ഒരു കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി സദക്ക ചോദിച്ചപ്പോ 10-25 പേര് തന്നു റബ്ബേ. നീയാണ് തെരഞ്ഞെടുത്തത്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. പലരും കൊണ്ടുവരാമെന്ന് നിയ്യത്ത് ചെയ്തു, അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ. പടച്ചവനെ, പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ്. നാട്ടിലേക്ക് വരാൻ കഴിയാത്തവർ, ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്നവർ, വന്നവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവർ, നീ കൈവിടല്ലേ തമ്പുരാനെ. സമാധാനം നൽകണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പ്രഭാഷണം മണിക്കൂറുകളായി കണ്ടുകൊണ്ട് ഒന്നാമീൻ പറയാൻ കാത്തിരിക്കുന്ന ആയിരങ്ങളുണ്ട് റബ്ബേ. അവരുടെ മനസ്സു നിനക്കറിയാമല്ലോ അല്ലാ. കൈവിടല്ലേ അല്ലാ, അവസാനം നന്നാക്കണേ അല്ലാ. പടച്ചവരെ അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവനെ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങള് മരിച്ചാ ഞങ്ങളുടെ മക്കൾക്കാരുമില്ല റബ്ബേ. വാപ്പയ്ക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീടിന്റെ വിളക്കാ നീ അണക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പരീക്ഷണം സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കലാണ്. അങ്ങനൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഇസ്സത്ത് നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ മുഴുവനും അറഫയുടെ മൈതാനയിൽ ഒരിക്കലെങ്കിലും കൂട്ടണേ അല്ലാ. സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, സ്വന്തം മകനെ പോലെ കൂടപ്പറപ്പിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന സുലൈമാൻ എന്ന സഹോദരൻ, തന്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കണേ അല്ലാ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ശംസു എന്ന സഹോദരന്റെ രോഗങ്ങളൊക്കെ മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, ഷഫീഖും റാഫിയും മാനുവാ 3 സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ജീവിത മാർഗത്തിന് നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ തമ്പുരാനെ. ഈ നിന്ന കാല് നാളെ പരലോകത്ത് നിർത്തി നീ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അല്ലാ. സ്വർഗത്തിൽ ചവിട്ടാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ ഉമ്മയുടെ കണ്ണിന്റെ വേദന, കാലൊക്കെ പഴുക്കുന്നു റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ.
പടച്ചവനെ എന്റെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ ഭാര്യയുടെ പിതാവിന്റെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ എന്റെ ഭാര്യ റബ്ബേ ഞങ്ങളെ സ്വർഗത്തിലും നീ ഒന്നാക്കണേ തമ്പുരാൻ. അവൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. എന്റെ പൊന്നുമക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. എന്റെ രോഗങ്ങൾ നിനക്കറിയാം, നീ ശിവ നൽകണേ അല്ലാ. നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവനെ റജബ് മാസമാണ്, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ്. നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയോ അതിൽ മുഴുവനിലും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. നിലനിർത്തി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുന്നതാക്കണേ അല്ലാ. പടച്ചവനെ ഹദീസും ആയത്തുകളും പറഞ്ഞു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു വന്നു പോയാ എനിക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്ന് ഞങ്ങൾ പിരിയുകയാണ്. ഇത് അവസാന മജ്‌ലിസാക്കല്ലേ അല്ലാ. ഇത് അവസാന ദുആക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു. നാളെ പടച്ചവനെ ഖത്തം ഓതിയിട്ട് സ്വലാത്തുകൾ ഹദിയ ചെയ്ത് മജ്‌ലിസിനൂർ ഓതിയിട്ട് ദുആ ചെയ്യുന്ന സദസ്സിൽ നീ ഞങ്ങളെ പങ്കെടുപ്പിക്കണേ അല്ലാ. ആയുസ് തരണേ അല്ലാ. ഭാഗ്യം തരണേ അല്ലാ. ആ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ നാദാ. തൗബയാക്കണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم رب ارحمهما كما ربياني صغيرا. അല്ലാഹുവേ പടച്ചവനെ, എവിടെ വഅദുണ്ടെങ്കിലും കേൾക്കാൻ വരുന്ന പടച്ചവനെ സുഹൈൽ എന്ന ഒരു മുത്തഅല്ലിം, ആ പൊന്നുമോനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവന്റെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാൻ. ഈ ദുആയ നീ സ്വീകരിക്കണേ റബ്ബേ. വെറും കയ്യോടെ മടക്കല്ല റബ്ബേ. വെറും കയ്യോടെ മടക്കല്ല റബ്ബേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.